സുഹൃത്തുക്കളെ ഏകദേശം ഒരാഴ്ച കേൾക്കുന്നുണ്ടാ നമ്മളിവിടെ വന്നിട്ട്. അപ്പൊ ഇന്ന് വീട്ടിൽ ഇവിടെ കുറച്ചുകൂടി കാര്യം സെറ്റ് ആക്കണ്ട്. അങ്ങനെ നേരെ നമ്മൾ ആലുവ സ്റ്റേഷനിലേക്ക് വിട്ടു. അവിടുന്ന് ഇവനോട് ബൈ ബൈ പറഞ്ഞാൽ നമ്മൾ നേരെ അടുത്ത ട്രെയിൻ പിടിച്ചുവിട്ടാ. അങ്ങനെ പിന്നെ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടാ. 2 ജില്ല മാറി കിട്ടാൻ നമുക്ക് വേണ്ടി ആകെ 1 മണിക്കൂർ. അവിടുന്ന് പിന്നെ നമുക്ക് എങ്ങനെയും കുന്നോളം ഭാഗത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി വരാം മിനിമം 2 മണിക്കൂർ. അതാണ് ഇവിടുത്തെ ബ്ലോക്കിന്റെ അവസ്ഥ. അങ്ങനെ നീണ്ട പ്രയാണത്തിന് ശേഷം നമ്മൾ അവസാനം വീട്ടിലേക്ക് എത്തിയിട്ടാ. വീട്ടിലെത്തിയിട്ട് പിന്നെ നമ്മുടെ റൂമിന്റെ ആ വാതിലാണ് തുറന്നിട്ട് നമ്മളെ ബാഗ് എല്ലാം വലിച്ചേറിട്ട് നീണ്ട് നിവർന്നടുക്ക് എടുക്കുമ്പോ കിട്ടണ സുഖം ഫീല് മോനെ. അതും കഴിഞ്ഞൊരു മയക്കത്തിന് ശേഷം നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്ന് അതിൽ നിന്ന് ആ ചിക്കന്റെ ഒരു ചെറിയ പീസും കുറച്ച് റൈസും ആ പപ്പടവും സലാഡും കൂടി പെട്ടക്കുമ്പോ കിട്ടണ സുഖമുണ്ടല്ലോ. ഇതൊക്കെ വേറെ എന്തെങ്കിലും കിട്ടും. ആസ് യു ക്യാൻ സി നമ്മുടെ ഈ വരവിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ റൂമിൽ അടുക്കളയിൽ കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. കുറച്ചധികം സാധനങ്ങൾ ആവശ്യമുണ്ട്. കുറെ ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്ന കുറെ പാത്രങ്ങൾ, പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂൺ ഇതൊക്കെ തേച്ച് എനിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഡബ്ബ പോലും നമ്മൾ കാലി ഇട്ട് കൊണ്ടുപോയിട്ടില്ല. അത്യാവശ്യം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഉപ്പ് മുതൽ അമൃതപ്പൊടി വരെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു പഴയ സ്റ്റൗഡ് പിന്നെ നമ്മളെ കൂടുതൽ ഒരുത്തിന്റെ വീട്ടിൽ നമ്മളങ്ങോട്ട് ഒപ്പിച്ചിട്ടാ. അങ്ങനെ ഒക്കെ കൂടിയിട്ട് പിന്നെ നമുക്ക് കൈ വെച്ച് എന്തായാലും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ നമ്മള് ദൈവന്റെ കാറിലാണ് നമ്മളൊക്കെ കൊടുത്തേച്ച്. പിറ്റേന്ന് പിന്നെ നമ്മൾ തിരിച്ചു പോയി ദീപന്റെ വണ്ടിയായിട്ടാ. നമുക്ക് പിന്നെ വല്ലാണ്ട് തിരക്കടിക്കേണ്ടി വന്നിട്ടില്ല. നമ്മുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ അല്ലേ, ഇതൊക്കെ മെല്ലെ കണ്ടിട്ടാണ് നമ്മൾ ഈ നട്ടപ്പാറ വലുത്ത് നീങ്ങിയത്. അവസാനം നമ്മൾ ഈ നാരങ്ങളും കുടിച്ച് നമ്മൾ നേരെ റൂമിൽ വിട്ട്. അപ്പൊ ബാക്കി നാളെ.